മാറ്റമില്ല, നല്ല ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ്. ഇതേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലിങ്ക് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അപ്പോൾ ഞാൻ ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ നെല്ലിക്ക ഉപ്പിലിടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നെല്ലിക്കയാണിത്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് 1-2 വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കാന്താരി മുളകും നെല്ലിക്കയും കൂടി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് നെല്ലിക്ക കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കാന്താരി മുളകും കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് പാകത്തിന് എടുത്താൽ മതി. 3 നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക ഇനി നമുക്ക്, ഞാനിപ്പോൾ കുരുവോടുകൂടിയല്ലേ ഇട്ടിരിക്കുന്നത്, അപ്പോൾ ഇതിൽ നിന്ന് കുരു നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ എളുപ്പം ഇത് നമുക്ക് കുരു കളയാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുത്തപ്പോൾ എൻ്റെ നാവിൽ ഇങ്ങനെ വെള്ളം ഊറണം വായിൽ. അപ്പോൾ ഞാനൊരു കടി കടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഈ ഒരു പീസ് എനിക്ക് കഴിക്കാം. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാന്താരി മുളകിൻ്റെയും ആ ഉപ്പും ഒക്കെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദേ നെല്ലിക്കയെല്ലാം ഞാനിവിടെ കുരു കളഞ്ഞ് മാറ്റിയെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 3 നെല്ലിക്കയും ഇതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാന്താരി മുളകിൻ്റെ ഞെട്ട് നല്ല ഷാർപ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഞെട്ട് ഞാനങ്ങ് മാറ്റുവാണ് കേട്ടോ. കാരണം ഞെട്ടും കൂടി ഇരിക്കുമ്പോഴേക്കും പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടാകും. ഇതുപോലെ ഒരു പീസ് ഇഞ്ചി വേണം. ഇഞ്ചിയൊക്കെ ഇടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. ചമ്മന്തിക്കാണ് കേട്ടോ. അപ്പം ഞാൻ അമ്മിക്കല്ലിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ കാരണം പറ്റുന്നില്ല. അപ്പോൾ അതാ ഇതുപോലെ അമ്മിക്കല്ലി അരയ്ക്കും പോലെ വേണം ഇത് അരച്ചെടുക്കാനുള്ളത്. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു വെള്ളാരം കല്ല് വെച്ച് അമ്മിക്കല്ലിൽ അരച്ചാൽ അമ്മിക്കല്ലിന് മൂർച്ച കിട്ടുമെന്ന്. ഈ വെള്ളാരം കല്ല് എവിടെയാണ് കിട്ടുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് പറയണേ. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ ചെന്നാണ് നമ്മളിത് ചോദിക്കേണ്ടത് ഒന്നും പറയണേ. അപ്പം ഞാനിത് 2ാമത്തെ ബാച്ചും ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത ശേഷം എല്ലാം കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ അമ്മിക്കല്ലിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കത്തില്ലേ, അതുപോലെ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി നെല്ലിക്ക കാന്താരി മുളക് ചമ്മന്തി ഇവിടെ റെഡിയാണ്. അപ്പം ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നെല്ലിക്ക ഉപ്പിലിട്ടതിൽ നിന്ന് തന്നെ 2-3 കാന്താരി മുളക് എടുത്തിട്ട് ഇതുപോലെ വെക്കാണ്. അപ്പം നെല്ലിക്കയും ചമ്മന്തിയും ഈ കാന്താരി മുളകും കൂട്ടിക്കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ മാങ്ങ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം 2 ദിവസമായി ഞാനിത് വാങ്ങിയിട്ട്, പക്ഷെ അച്ചാർ ഇട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം ഞാൻ കഴുകിയെടുത്ത് ഇതൊന്ന് ഇൻസ്റ്റൻറ്റ് അച്ചാറാക്കാനായിട്ട് പോവാണ്. അപ്പം മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലും ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തപ്പോൾ ലാസ്റ്റ് മാങ്ങ പഴുത്തുപോയി, വിളഞ്ഞ് പഴുത്തിരിക്കുന്നു. അപ്പം ഞാനത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ഇടത്തില്ല കേട്ടോ, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് അല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും. പഞ്ചസാരയിൽ ഉറുമ്പ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമ്പൂ ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേതെ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. പക്ഷേ പഴുത്ത്, അതായത് വിളഞ്ഞ മാങ്ങ തന്നെ വേണം. ഈ മാങ്ങയിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എളുപ്പമാണ് നമുക്ക് ഈ അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെളിയിൽ നല്ല കാറ്റിങ്ങനെ തകർക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാസ്റ്റേൻ്റെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. കടുക് പൊട്ടിയിടുന്നതിന് ഞാൻ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും ഇടേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ കായപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ വേണം ഇളക്കിയെടുക്കാൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും മാത്രം മതി.
നമുക്കിത് അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റേത് ഒരുപാട് അങ്ങ് തണുത്തിട്ടൊന്നും ഇല്ലായിരുന്നു, ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടില്ലേ, അപ്പം ഇതുപോലെ മതിയാവും. നമ്മുടെ മാങ്ങ വെന്ത് പോരുത്, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതാ നമ്മളുടെ അടിപൊളി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ 2 ബീട്രൂട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഹെൽപ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെ ചോപ്പറൊക്കെയാണ് കേട്ടോ. അപ്പോൾ എളുപ്പമാണല്ലോ നമുക്കിത് പീലർ കൊണ്ട് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കഴിഞ്ഞാൽ ചോപ്പറിലിട്ടൊന്ന് കറക്കി എടുക്കുമ്പം അത് അരിഞ്ഞ് കിട്ടും. പിന്നെ ഇതാ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ചോപ്പറിൽ കറക്കിയ ബീട്രൂട്ടിനെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് നമുക്ക് പാകത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ക്യുമിൻ സീഡ് പൗഡറില്ലേ അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ 2 കൈപ്പിടി തേങ്ങ ഞാൻ ഫ്രഷായിട്ട് ചിരകിയത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നമ്മളുടെ ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ച വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളായതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സാധനത്തിന് കുറവുണ്ടല്ലേ ഇതിൽ, മുട്ട. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഈ കണ്ടെയ്നർ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ജോലിയൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാക്കി തീർക്കണ ഒരു സംഗതിയാണ് എൻ്റെ ഈ ചോപ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ചോപ്പറിലേക്ക് ഇതുപോലെ പച്ചമുളകും കൊച്ചുള്ളിയും ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അതായത് 2 വലി വലിക്കുമ്പോഴേക്ക് അത് ക്രഷായി വരും. ഒരുപാട് അങ്ങ് അരയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ കിട്ടും. ഇതിന് ഞാൻ ഈ മുട്ട പൊട്ടിച്ച് ഡയറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ഉഡായിപ്പ് പരിപാടികളിലും തന്നെ പറയാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇതുപോലെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കും. നമ്മൾ എന്ത് ഉഡായിപ്പ് കാണിച്ചാലും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും കേട്ടോ. അത് ഉഡായിപ്പ് കാണിച്ചുണ്ടാക്കിയതൊന്നും ആരും പറയത്തൊന്നുമില്ല. അപ്പം അതേ പിള്ളേർ വീട്ടിൽ താഴേന്ന് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ സർക്കാരടുത്ത് പറഞ്ഞു ഊണ് റെഡിയായി, അവരെയും വിളിക്കാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി എത്തി. അപ്പോൾ അതേ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആ കാന്താരി മുളകും ആ ഉപ്പും വെള്ളവും കൂടി ചേർത്തുള്ള ഇതിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പ് ഇതൊന്ന് ഇളക്കിയ ശേഷം നോക്കണം. ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ തൈര് ഇങ്ങനെ ഉടച്ച് കാന്താരി മുളകും ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്ര സിമ്പിളായിട്ട് ഇനി ഇതിലും സിമ്പിളായിട്ടുള്ള ഊണ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. അതായത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത് ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം ഈ സ്കില്ലറ്റ്, ചെറിയ സ്കില്ലറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒഴിച്ച് റെഡിയാകുമ്പോൾ തിരിച്ച് മറിച്ചിട്ടെടുക്കും കേട്ടോ. അപ്പോൾ ഈ സ്കില്ലറ്റിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റായിട്ടിടാം. ഇത് ന്യൂട്രിയോൻ്റെ കാസ്റ്റ് അയൺ സ്കില്ലറ്റാണ് കേട്ടോ. ഞാൻ അന്ന് വാങ്ങിയത് കാണിച്ചില്ലേ, അതാണ്. അപ്പം ഞാൻ അതാ മുട്ട എല്ലാം പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ കാസ്റ്റ് അയണിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ അടിപൊളി ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും സിമ്പിളായിട്ടുള്ള ലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം ഞാൻ അച്ചാറിട്ടതിൽ കുറച്ച് ഒരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നില്ല, അത് ഞെടുത്ത് സുൽത്താനെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അത് സൂപ്പറാണ്. ആ ഒരു പുളി, മധുരം, ഉപ്പ് ചേർന്നിട്ട് എരിവ് അടിപൊളിയാണ്. പഞ്ചസാരയാണ് തരണം. അപ്പൊ പഞ്ചസാര കടിക്കാൻ കിട്ടും. പഞ്ചസാര വെതറിയിട്ടുണ്ട്, അത് അരിഞ്ഞതാ. കടിക്കാൻ മതി.
ഉപ്പിലിട്ട കാന്താരി മുളകല്ലേ ഈ തൈരിലിട്ടിങ്ങനെ മിക്സ് ചെയ്തത്, അതിങ്ങനെ കൂട്ടിക്കുഴച്ച് നമ്മളുടെ നെല്ലിക്ക കാന്താരി മുളക് ചമ്മന്തിയും ഇട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. പിന്നെ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറ് അതും കൂടി ഇട്ട് കുഴക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത്രയും മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് വയറ് നിറയാനുള്ള, അതായത് ഭയങ്കര ഒരു സന്തോഷം കിട്ടും ഇതിങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാൻ. അപ്പോഴേക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ മുട്ടയൊക്കെ എടുക്കണം, ഡീസൻസിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല കുഴച്ച് കഴിക്കുമ്പോഴുള്ള ആ ഒരു രുചി, ആഹാ! എത്ര പേർക്ക് കൊതി വരുന്നുണ്ട്? ഒന്ന് കൈ പൊക്കിക്കേ, കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യത്തെ ഉരുള ഞാൻ നിങ്ങൾക്ക് തന്ന ശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുകയാണ് കേട്ടോ. സോറിക്കും കൊതി വിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ, അടിപൊളി. അങ്ങനെ ഇപ്പൊ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് സുലു പറയും നമ്മൾ എങ്ങോട്ടാണ് പോണെന്ന്. നമ്മള് ഞാൻ കണ്ണാടി വാങ്ങിച്ചില്ലായിരുന്നു, അപ്പൊ അതൊന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ രണ്ടാമത് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കളക്ട് ചെയ്തതില് എനിക്ക് കുറച്ച് ലെൻസ് കറക്ഷൻ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം ഇട്ട് നോക്കിയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കൊണ്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ അത് കൊടുത്ത് കാണിക്കാനും പിന്നെ രണ്ടാമത്തെ വാങ്ങിക്കാനും കൂടിയാ പോണം. നല്ല റോഡെത്തി നോക്കി വെള്ളപ്പൊക്കം കാണിച്ചു. നിങ്ങൾ അഗ്നിപർവ്വതം കണ്ടിട്ടുണ്ടോ? ഇതാണ് അഗ്നിപർവ്വതം. ഇത് അഗ്നിയല്ല, ഇത് അഗ്നിയല്ല, ആ ശബ്ദമുണ്ട്. ഞാൻ ആരും തബല അടിക്കണം, അതാണ് അതിന്റെ സൗണ്ട്. വെള്ളം അതിന്റെ കവറ് അല്ലല്ലേ, കവർ ഇങ്ങനെ പൊങ്ങിയും താങ്ങുകയും ചെയ്ത് താഴ്ന്നുകൊണ്ടുള്ള സൗണ്ടാണ്. അമ്മീ ഈ സുൽത്താനെ മാത്രം ഫോക്കസ് ചെയ്യാതെ റിസ്വാനയുടെ ഒന്ന് കാണിച്ചത്. അവന് പരാതി ഇന്നും പറഞ്ഞവൻ ഇന്നും പറഞ്ഞ എന്താ അറിയോ, എപ്പോഴും സുൽത്താനെയാണ് കാണിക്കുന്നത്, റിസ്വാനെ കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും റിസ്വാനെ ഒന്ന് നോക്കിക്കോണ്ടേ. അവനൊന്ന് ലൈക്കും ഒരു ഹായ് പറയണേ അവൻ എല്ലാരും. ആ മാസ്കും താത്തി കൊടുക്ക, എന്റെ മുഖം ഒന്ന് വളിച്ച മുഖം കാട്ട്, ചമ്മിയ മുഖം കാട്ട്. നിന്നെയാടെ എല്ലാവർക്കും ഇഷ്ടം. സുൽത്താന് അവൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ സോപ്പിട്ട് അവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ്, കഴിഞ്ഞ പ്രാവശ്യം എന്നെ കണ്ടില്ല, ഞാൻ വന്നിരുന്നു എന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ, ആരിഫ്, മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ രണ്ടുപേരും മാസ്ക് ഒന്ന് ഊരിയതാണ്. അവർ ഒരു മാസ്ക് മാറ്റത്തില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഒന്ന് കാണട്ടെ എന്ന് കരുതി പാവങ്ങളെ കൊണ്ട് ഞാൻ മാസ്ക് ഒന്ന് മാറ്റിച്ച് നോക്കിയാണ്. അപ്പോൾ അവൻ്റെ ആ ഗ്ലാസ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെന്തോ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു, അതായിരുന്നു അവന് ആ ഒരു പ്രോബ്ലം വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.